ശ്രീനീഷിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ടാണ്. അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ. അപ്പോ ഈ വീട്ടിനകത്ത് കയറിയപ്പോ ശ്രീനീഷ് അറിയാം, എനിക്ക് ഈ കാര്യം അറിയാം. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാം അവരോട് പറയാൻ തന്നെ പോവാ. അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പേർലിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും, അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ പറയാം, ഈ പോകാണെങ്കിൽ അവള് കളഞ്ഞിട്ട് പോകും. അത് എപ്പോഴും പറയായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ്. അപ്പോ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അതെ ഞാൻ സീരിയസ് ആണ്. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞ, നീ സീരിയസ് ആണ് പേർലിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ, പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നടുത്ത്. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. എന്നടുത്ത് നീ പറഞ്ഞുകൊണ്ടിരുന്ന അവള് കളഞ്ഞിട്ട് പോവോ, ഇതൊക്കെ ചുമ്മാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും? ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങളായിട്ട് കുടുംബം തകർക്കരുത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്.